വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ്. 3 സെന്റ് 900 ലിങ്സ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിലെ ഈ ഒരു 3 BHK നമുക്കൊന്ന് കാണാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിനോട് കൂടി തന്നെ പ്ലോട്ടും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. 4 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. റോഡിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. 6.4 മീറ്ററാണ് ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഗേറ്റ് കടന്ന് വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 17 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇവിടെയായിട്ട് ചെറിയൊരു EV പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് 2 വീലർ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകി. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 12.5 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ 2 അറ്റാത്തായി നൽകിയിരിക്കുന്ന പില്ലറുകൾ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്ക് വരാം. 17 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് നൽകി താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ് വന്നിരിക്കുന്നു. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഇത് ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിലും നമുക്കിതൊരു ക്ലോസ്ഡ് കിച്ചണാക്കി മാറ്റാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടിയോളം നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. 8.5 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയും മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സിങ്കും അത്യാവശ്യം കൗണ്ടർ സ്പേസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വാൾഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്.
മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പ് മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ് ടൈല് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 12 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് വാൾഡ്രോബോ ഡ്രസ്സിംഗ് യൂണിറ്റോ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 14 അടി നീളവും 6 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിയുടെ റൂഫ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 190 മീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 12 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 12 കിലോമീറ്റർ, കലൂരേക്ക് 17 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.7 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 26 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റ് 900 ലിക്സ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 59 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. ഈ വീടിനോട് ചേർന്ന് 9.5 സെന്റ് സ്ഥലവും 4 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുണ്ട്. 1 സെന്റ് സ്ഥലത്തിന് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.